നമുക്കിന്ന് ബ്രെഡും മുട്ടയും കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു 4 മണി പലഹാരമായാലോ? അതിനായിട്ട് ഒരു പാനിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം അതിലേക്ക് കുറച്ച് സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ഒന്ന് വാടി കിട്ടുന്നവരെ നമുക്കൊന്ന് ചെയ്തെടുക്കാം. ബ്രൗൺ കളറൊന്നും ആവണ്ട, ഇതിന്റെ പച്ചമണം ഒന്ന് മാറി വന്നാൽ മാത്രം മതി കേട്ടോ. അതിന്റെ പച്ചമണം ഒന്ന് മാറി വന്ന സമയത്ത് ഞാൻ കുറച്ച് തക്കാളി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെക്കാം. അതിനുശേഷം അപ്പോഴത്തേക്ക് നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞു കിട്ടും കേട്ടോ. ഇത് ഇച്ചിരി പച്ച തക്കാളിയായിരുന്നു, അപ്പൊ അതുകൊണ്ടാണ് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കേണ്ടി വരുന്നത്. നമ്മുടെ കുറച്ചുകൂടെ പഴുത്ത തക്കാളിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും. ഞാനിപ്പോൾ ഇതിലേക്ക് ലേശം മഞ്ഞപ്പൊടി, ചിക്കൻ മസാല, അതുപോലെ ലേശം പെരുംജീരകത്തിന്റെ പൊടി കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പൊടിയുടെ പച്ചമണം ഒന്ന് മാറി വന്നാൽ മാത്രം മതി. നമ്മുടെ പൊടിയുടെ പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് മുട്ടയൊന്ന് പുഴുങ്ങിയത് ഇതുപോലെ ഒന്ന് പീസ് ചെയ്ത് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് സോട്ട് ചെയ്ത് എടുത്താൽ മാത്രം മതി. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. ഇപ്പൊ നമ്മുടെ മുട്ടയുടെ മസാലക്കൂട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ബ്രെഡാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഒരു ബ്രെഡ് എടുത്തിട്ട് ഇതിലേക്ക് ഇതുപോലെ ഒന്ന് നമ്മുടെ മുട്ട മസാല കൂട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫില്ലിങ് കുറച്ചോ കൂട്ടിയോ ഒക്കെ കൊടുക്കാം കേട്ടോ. ഇനി ഇതിന്റെ മുകളിലായിട്ട് ഒരു ബ്രെഡും കൂടി ഒന്ന് ഇതുപോലെ വെച്ച് കൊടുക്കാം. സൈഡ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ലേശം മാവ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ചെയ്തിട്ടില്ല കേട്ടോ. എന്നിട്ട് ഒരു പാനിലേക്ക് ഞാൻ നെയ്യൊന്ന് അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഈ ബ്രെഡ് രണ്ട് സൈഡും ഒന്ന് മറിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മുരിച്ചെടുക്കാം. ബട്ടർ സോട്ട് ചെയ്യണമെങ്കിൽ അത് സോട്ട് ചെയ്താലും മതി. ഞാൻ നെയ്യാട്ടോ ചേർത്ത് കൊടുത്തതേ. ഇപ്പൊ നമ്മുടെ ബ്രെഡ് മുട്ട ചേർത്ത് ടോസ്റ്റ് ചെയ്തത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ നമുക്ക് ഒരു ബ്രെഡിലാണ് വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഹാഫ് സ്ലൈസ് പോലെ നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി എടുത്തിട്ട് അതും നെയ്യിൽ ഇതുപോലെ ഒന്ന് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. ബ്രെഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് സൈഡൊന്ന് ഒട്ടിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ലേശം നമ്മുടെ മൈദ മാവ് ഒന്ന് കലക്കിയിട്ട് സൈഡിൽ രണ്ട് സൈഡായിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ ചെയ്തില്ല എന്നേ ഉള്ളൂ. എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന മുട്ടയും ബ്രെഡും ചേർത്തുള്ള സ്നാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുമെന്നും വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ.